ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹ കൂദാശയിലേക്ക് സംബന്ധിക്കുവാൻ കടന്നു വന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയുടെ പാരമ്പര്യമനുസരിച്ച് ആദ്യമേ മണവാട്ടി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു പതിവാണല്ലോ നമുക്കുള്ളത്. ആദ്യമേ മണവാട്ടി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു, അതിനെ തുടർന്ന് മണവാളൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കും. ദേവാലയത്തിനുള്ളിൽ പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ പ്രത്യേക ക്രമീകരണങ്ങൾ അനുസരിച്ച് ഇന്ന് മണവാളിനും മണവാട്ടിക്കും മാത്രമാണ് അവകാശമുള്ളത്. ദേവാലയത്തിനുള്ളിൽ പാദരക്ഷകൾ ധരിക്കുവാനായിട്ട് പാടില്ല. സഭയുടെ ക്രമീകരണം അനുസരിച്ച് സ്ത്രീകൾ തലയിൽ മൂടുപടമിട്ട് ആരാധനയിൽ പങ്കുചേരുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ തലയിൽ മൂടുപടം ഇടുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ആരാധന പൂർണ്ണസമയം നിന്നുകൊണ്ടുള്ള ക്രമീകരണമാണ്. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രം ഇരിക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ആളുകൾ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുവാൻ തക്കവണ്ണം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ വിവാഹ കൂദാശയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധിപൻ, പരിശുദ്ധ സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയുമായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ അഥാനാസ്യോസ് തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. ഏറ്റവും ഭക്തി ആദരപൂർവ്വം അഭിമന്യ തിരുമനസ്സിനെ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വന്യരായ വൈദിക ശ്രേഷ്ഠർ, പ്രത്യേകാൽ പരിശുദ്ധ സഭയുടെ വൈദിക ട്രസ്റ്റിയും ഈ ഇടവകയുടെ മുൻ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട അമേലച്ചൻ ഉൾപ്പെടെ വന്യരായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സ്വാഗതം ചെയ്യുന്നു. മണവാട്ടി ആദ്യമേ ദേവാലയത്തിലേക്ക് പ്രവേശിക്കും. മണാള സുന്ദരനെ പ്രിയനാഥനെ സദയമികെ എഴുന്നള്ളുക നീ പ്രിയ കാന്തേ മണവാട്ടി സഭയെ വരുതി അവനോട് ചേർന്നിടുവാ. സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും അതിശോഭിതന മശിഹാനി മണവാളൻ അവൻ
ഒരിക്കൽ കൂടി അഭിമന്യ തിരുമനസിനെയും വന്യരായ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മെ ഏവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമാണ്. ആ പ്രാർത്ഥന ഈ പ്രിയ മക്കൾക്ക് നൽകുവാനായി നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. പ്രത്യേക ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ തക്കവണ്ണം ഇവിടേക്ക് എഴുന്നള്ളി വന്ന പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധിപൻ, പരിശുദ്ധ സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത കൂടിയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ് തിരുമനസിനെ ഒരിക്കൽ കൂടി ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശിയച്ചൻ, വന്യരായ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ ആരംഭിക്കും. എല്ലാവർക്കും അല്പസമയം ഇരിക്കാം. അഭിമന്യ തിരുമനസ്സുകൊണ്ട് നിങ്ങളോട് ഒരു വാക്ക് അറിയിക്കാം. കം ക്ലോസ്. ഇത്രയും അടുത്തിരിക്കുക. Dear Koshi, beloved Chaitali, am I right? Let me start the wedding homily with usual wish. I wish you both a happy and long married life. Your efforts alone do not guarantee a pleasant and meaningful nuptial fellowship. For that we need the grace of Lord. So let us pray to the Lord to bless you with His presence, guidance, timely interventions whenever you are in need. Fellowship of any kind is intended to promote joy and happiness in human life. Family is the best example of such fellowship, where the members experience the intimacy and communion, and to which every member feels the sense of belonging. That's why the loving God created humans as a family in the beginning and blessed them. That was a blessing with a promise. Every legally married couple is receiving the divine blessings at their marriage. Now, when you are getting married, you are also blessed to lead a meaningful and challenging family life at a time when the family ties are being disintegrated and the concept of family becomes irrelevant. You should know that your marriage takes place not as a result of the interplay of certain external factors. The loving God played a vital role in bringing you together. The scripture says, "Do not separate whom the Lord has joined together." It is God who yoked together as husband and wife from different cultural, linguistic, and regional backgrounds. In fact, God alone is the architect of your marriage, and it is the will of God that you live together to the end of your life in perfect harmony and full concordance, receiving the blessings every day. Of course, it is normal that the family has to undergo
at times difficult situation. It is not unusual. Every couple has to face hurdles and nuptial hazards in their life. But neither the external circumstances nor the personal obstinacy either of you determine the destiny of the conjugal fellowship, but the wish of the one who joined together as husband and wife. So take care to listen to the voice of God in the difficult situation in your life and be resilient to any crisis. Getting married is not a personal affair of a man and woman. It is a sacramental act in which both of you are being united with the Lord. So none of you has the right to get away from the sacred bond, saying goodbye to your partner. Both of you are made inseparable parts of an indissoluble bond. Let the Lord console you when you are sad, empower you when you are weak, instill hope when you are frustrated, strengthen you when feel vulnerable, inspire you when you get bored, and help you to tide over the nuptial crisis. May your life ahead be holy and sacramental, communion in fellowship with the Lord. Marriage is not a contract between you to live together as long as everything goes well. You are executing today a covenant with eternal validity in the presence of God, as witnessed by the clergy as well as your family members, relatives and friends, with commitment that you live in mutual love, reciprocal fidelity, and perform all the conjugal responsibilities without fail. May the Lord be gracious enough to help to safeguard the solemn pledge you take today. Marriage is in fact the sacrament of love. It is sacrificial in nature. It is fully free from selfishness. One negates one's self-interest for the sake of the partner and for the smooth functioning of marital relationship. It is to be grown in course of time as a result of conscious effort from each side. Mutual concern, respect and sensitivity create a congenial circumstance for love and devotion between the partners. So may the Lord help you to understand each other and develop cordiality and harmony in your life. Of course, it is true that love brings you together, but you should remember that humility shown to your partner keeps the love alive, in full flame and undisturbed. Every time you confess your partner, I cannot live without you, you show your humility. It is a sign of your dependence on the partner. Humility shown to your partner ensures the permanence of the fellowship. Every person is liable to make mistakes. I think that both of you are good people. But still I believe that you are no exception to the general rule. If you forgive your partner, realizing the human nature, it's a proof that you love your partner. St. Paul says, love keeps no record of wrongs. So don't allow the sunset when you are angry with your partner. At the same time, be authentic and don't be ashamed to confess your misgivings before your partner. This is the easiest way of reconciliation. An unreconciled couple can never enjoy the sweetness of the family life. It will be horrible for a couple to live under one roof without forgiving each other.
Be ready to change your lifestyle for the sake of your partner, and considering the well-being of the family. It is not advisable to be rigid and obstinate in your approach, but be flexible, loving, and considerate to each other instead of demanding. The differences in language, culture, attitudes need not invariably be factors that lead to conflicts. Diversities in those areas could make your life more enriching and the view wider. So start your life with full confidence and hope, and let your life be an epitome of ideal couple. Wish you all the best and good luck. May God bless you both. Let us start the liturgy. Please stand up. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ഭൂമിയിൽ തന്റെ സ്തുതികൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹാരാജാവേ, നിനക്ക് സ്തുതി. പാലിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭം നിന്നിൽ കണ്ടെത്തുവാനും ആനന്ദത്തിന്റെ പൂർണ്ണത നിന്നിൽ അനുഭവിക്കുവാനും ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നിൽ ആനന്ദിക്കുകയും അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ വ്യഥകൾ ശമിക്കുകയും നിന്റെ ദൈവമാൽ ഞങ്ങളെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾ നിറഞ്ഞു ഒഴുകുകയും ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സും ഹൃദയവും നിർമ്മലമായി തീരണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ട് ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ തന്നെ പ്രീതിപ്പെടുത്തി സകല വിശുദ്ധരുടെയും കൂട്ടത്തിൽ നീ നൽകുന്ന ക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ.
പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സരയുടെ ഗണത്തിലും ചേർന്ന് നിന്ന് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബന്ധം പ്രകാരം എൻ്റെ പാപങ്ങൾ മായിക്കണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു, പാപങ്ങളിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു നിന്നെ ഞാൻ അറിയിച്ചു. നിന്റെ സ്വഭാവമേ കളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. പുരുഷമതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും വായിച്ചു കളയണമേ. ദൈവമേ, സൃഷ്ടിക്കണമേ. സ്ഥിരതയുടെ ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നെ വിടുകയുമരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിക്കണമേ. എന്റെ നാവിൽ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ നീതിബലികളും ഹോമബലികളും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരുതും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ രക്ഷകനേ, വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കൈയാൽ. മോതിരമരുളി തിരുസഭയെ മശീഹാ വിട്ടപ്പോ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവനും. മോതിരമതിനാൽ കൊലയിലും താമാ രക്ഷിതയാ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. പാർക്കുമോ സംഭോജ്യം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും
തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കണ്ണുള്ള ഐക്യമത്യവരിൽ ഉണ്ടാക്കുകയും ചെയ്യണമേ. ഹോശോ വബക്കൂർ സുബാൻ ലവൽമീൻ പറക്കുമോ. നമസ്കരിച്ച് കർത്താവിനോട് കരുണയും സഹായവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും വീഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാതെ ആദരവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പറക്കുമോർ വിജാതിപുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളും മാലിൽ നിന്നൊരു വിജയരക്തത്താൽ അവിടെ വെടുപ്പാക്കുകയും ഭൂമിയെ സഭയ്ക്ക് വാന്നിച്ചയും ചെയ്തതാൽ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ സംരക്ഷിച്ച് സർവ്വത കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സാധനം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിരുന്നിലേക്കുള്ള വിജാതികളെയും സ്വജാതികളെയും ദീർഘേശുമാരെയും ശ്രീകന്മാരെയും സ്ഥലവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മോദനം വാഴ്വിൻ്റെ ഈ സമയത്തും സ്ഥലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി ചുഴരിക്കുന്ന നാഴികളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവിടുത്തേക്ക് യോഗ്യമാവുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്നവയ്ക്ക് അതീതനായിരിക്കുന്നതും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവുമായ ദൈവമേ, നീ അനശ്വരമായ വിടപ്പുള്ള മുറവനും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ വിശ്വാസത്തെ മഹാമനസ്കൂടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാവുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസനയോടെ തന്നെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യം കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ എന്നെ ഐശ്വര്യപ്പെടുത്തി. മഹത്വത്തിന്റെ വസ്ത്രം നീ എന്നെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവും കൊണ്ടും നിശ്ചയം നടത്തി. അതിനെ നിനക്ക് ഒതുവാക്കി തീർക്കുകയും ശത്രുനിലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ ശരീരത്തിൽ അതിന് മോദനമായി വിടപ്പോട് നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി തന്നെ നൽകി നൽവരത്താൽ നിന്റെ കൂടെ അതിനെ നീ വസിപ്പിച്ചു. പരിശുദ്ധന്മാർ മുഖാന്തരം ക്രമമായി അതിനെ നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ജയിക്കപ്പെട്ടതോടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഈ വന്ധ്യപിതാവ് ആസ്വദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്ന ഇതിനാവിശുദ്ധമായി തിരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, എന്നിന്റെ വിശുദ്ധപ്പെട്ട മോതിരത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളിനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറമുള്ളവരുമായി തിരുവാൻ ഇടയാക്കണമേ. കർത്താവേ, അവിടെ വാകും സ്ഥലമാലിന്യങ്ങളും അയച്ചുതന്ന് വന്നിരിപ്പാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേഗത്തിലും വരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണവറയുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് എന്നോട് വരാനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവമ്പാസനതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമോദങ്ങളിൽ നിന്നും സ്നേഹത്തോട് നീ സ്വതന്ത്രരായിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തി രൂപാ നിന്ന് ഇടപെടാതെ നിന്നെയും പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോ ഓശോ അബ്ദുൽസ്മാൻ നവൽമീ. പതിവ്രതയാ പരിപാവന സഭയിൽ വാനോന്നാഥൻ വേണ്ടൊരു നേരം ശീമോൻ യോഹന്നാനും ഇവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോൻ സുവിശേഷം യോഹന്നാൻ കൽപ്പിച്ചാലിലയേറിയിടും കരുത്ത് താൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ. പാർക്കുമോ പോലം വാദാമിൽ പോലം കൊൽമീനാമേ വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം യേശും വേണ്ട അവരുടെ നീ മോഹിക്കാത്തതിനം നിന്നെ ഞാനും കൈവെടിയില്ല. ലോകത്തിനവസാനത്തിൽ പാരും വാരുമഴിഞ്ഞാലും വാഴും നീയാവത്തന്നെ താതാ നജവിമലാത്മാവിൻ ഗേഹം പാർത്താ നിൻത്രോണോസാ. വ്രതനിഷ്ഠയും പിടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വാദിച്ചയും ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവയും തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥ മുഖാന്തരം പരസ്പരം വാദിച്ചയും ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ തനിക്കും തന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ബാറക്കുമോർ മോറാൻ വാലോഹാൻ ലവൽമേ. കൃപയാലും മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. സന്തോഷപൂർത്തിക്കായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും
നിശ്ചയത്തിലുള്ള മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കുറഞ്ഞതും അനുഗ്രഹപ്രദമായി വലങ്കൈ ആയുഷ്കാലം നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവേ, അനുഗ്രഹപൂർണ്ണമായ വളരെ അതിശയമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ സ്ലീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്റെ ഈ നിശ്ചയത്തിനുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയുടെ ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധനുമായി സ്തുതിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ ഇതിന്റെ മശിയ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മളുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കിയും ഇവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടി സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകിയും പരിവാഹതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റബേക്കാടെയും നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തീകരിച്ചതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങളുടെ അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യമുള്ള ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുങ്ങുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും വരുന്ന നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. ഇസഹാക്കിൻ്റെയും സൗരഭ്യ നടപടികളാൽ പരിവാഹതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യ കരങ്ങളിൽ നിന്ന് തമ്പുരാൻ ഇവരെ സംരക്ഷിക്കട്ടെ. പാവനമായ വിവാഹത്തിൽ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് തമ്പുരാൻ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹീത സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമാകുവാനും കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തോളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കുമോർ ഹോശോ കുലസ്വാലവൽമേ. Sa
സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ അധ്വാനത്തിന് 30, 60, 100 ഇരട്ടിയായ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ നൽകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീവാരാകുമ്പോൾ നിങ്ങളോട് ഒരുമിച്ച് സ്ഥിതി ചെയ്ത് ദുഷ്ടനെന്നതിന് സൈന്യങ്ങൾ നിങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന വിശുദ്ധരാജാവേ, നിനക്ക് സ്തുതി. പാപിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പ്രശ്നമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യ ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത ഉണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടൊരുമിച്ച് നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോട് ഇടകലർന്നു നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആബോ ബ്രോൽ റൂഹക്കാദിശോശോ കുലസ്ബാൻ ലവൽമീ. ആദിമദീദിയരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ സാറയോടബറാമിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റബ്ബയോടിസഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ റാഹേലോടു യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും
നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബർഖമോർ ഹോശോ വബ്കുല സുബാനുൽ മേ. പരം നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ ശക്തിയിലും രക്ഷയിലും പ്രഭവി നല്ലവരം നീ കൊണ്ടേറവനേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹിമാവിൻ ചൂടി തലയിൽ ബാരക്കുമോ പോലും മാതാവിൽ പോലും കൊയ്മീനാമേ മണവറയേവേ സ്വർഗത്തിൽ സഭയെ നിന്നാമൻ സ്ഥാപിച്ച നമസ്കരിച്ച കർത്താവിനോട് കരുണയും സഹായവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പുകഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാത്ത ആദരവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ നിങ്ങൾ യോഗ്യരായി തീരണമേ. ബാർക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാതിൻ്റെ സിംഹാസനത്തിൽ നിന്നുകൊണ്ട് അതിലേക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്ത വചനവും തൻ്റെ ബഹുലമായ കർണതോത്ത് ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ ധന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സംയോജിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിയാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതല്ല അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സൗരവും ബന്ധുമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിനെ സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബകുലകുഞ്ഞവുമോ സ്വതഹായ സ്വർഗീയ സേനകളും എന്ന് വരച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതകൾ പരിപ്രവചിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീയമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങൾ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ ഞങ്ങളോട് നീ ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ ദുഃഖമുള്ളവനാവുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരാ വസിക്കുന്നവരുമാ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിധരായ നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് അസ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ.
നിന്റെ സത്യത്തിൽ തന്നെ ഇരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ അവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴി കൂടെ പ്രയാണം ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രിയപ്പെടുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവെ, വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യ പ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ഇപ്പോഴും ഇപ്പോഴൊന്നും ഒന്നേക്കും കരയേറ്റും. ബാറയ്ക്കുമോർ ഹോശോ വബുകൂല സുബാൻമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സകലവിധം സമുഖി നീ കരതീണ്ടാത്തും ശ്രീകായ വന്നിപ്പതിന രാജാവാമാശിഹ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ മാർഗമോ ഹല്ലേലൂയ സഭയോടും നന്നെ മോന കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോയിടം ബന്ധിച്ചവയാ അന്യോന്യം പോന്നു കോട്ടകളിടയിൽ സ്ഥലമില്ലിവർ പാർത്ത താരസുതാമലരൂഹായ ഏകത്വം മഹിമേഴും മണവാട്ടി സമം മധ്യമേവുന്നേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ മുറിയോറാഹേ കൊത്തിൻ്റെ പട്ടണത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ സ്വന്തതവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലത് ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകളിലാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വബ്കുൽ അസ്ബാൻ ആമീൻ. പൗലോസ് ശ്ലീഹ തന്നിൽ ചൊൽകട്ടെ ഇദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും മാതൂതൻ
പൗലോസ്ലീഹ എഫെസസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. സ്നേഹയുടെ സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവ്വത്തിനു വേണ്ടി പിതാവാം ദൈവത്തെ സ്തുതിക്കുവിൻ. മിശിഹായോടുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവൻ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തന്നെ താൻ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കേണ്ടതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണിയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വന്തം ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കളെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാർക്കുമോ. ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങളെല്ലാവർക്കും സമാധാനം. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന അപ്പസ്തലനായ വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്ന പ്രകാരം ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന്റെ സ്തുതികളും നാമങ്ങളുടെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അറിയാമെന്ന മനുഷ്യനായി തീർന്ന ദൈവം ജീവന്റെ വചനവും നമ്മുടെ രക്ഷകനുമായ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുതമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദ്ദാന്റെ മറുകരയിൽ യഹൂദ്യ പ്രദേശത്തെത്തിച്ചേർന്നു. വലിയ ജനക്കൂട്ടം അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വെച്ച് അവൾ രോഗികളായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീശന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് ഏതെങ്കിലും കാരണത്താൽ ഒരുവന് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് നിയമമുണ്ടോ എന്ന് ചോദിച്ചു.
യേശുദമ്പുരാൻ അവരോട് പ്രകാരം മറുപടി പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവാണ് പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ല. കാരണം കൊണ്ട് പുരുഷൻ തൻ്റെ മാതാവിനെയും പിതാവിനെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് ചേർന്നിരിക്കുകയും ഒരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ. അവർ അവനോട് അങ്ങനെയെങ്കിൽ ഉപേക്ഷണപത്രം കൊടുത്ത് ഭാര്യയെ പരിചയിക്കുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ മറുപടിയായി, മോശ നിങ്ങളുടെ ഹൃദയകാട്ടിൽ നിമിത്തം ഭാര്യമാരെ പരിചയിക്കുവാൻ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്നരുൾ ചെയ്തു. ശൈനോ വാസ്ലോ മുൽക്കുൽഖൂൻ. പരിശുദ്ധ നാമത്തിൽ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്നതായ ശിരസുകളും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകലശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മണവാളൻ
Lekalsoyo Klilo Gahanasoyem Barisho Mayo soya hanohes Lekalsoyo Klilo Gahanasoyem Barisho നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാകുകയും ചെയ്യട്ടെ. ആർക്കുമോർ ഹോശോ വൻകുല സുബാൻ ലോൽമിൻ. ശുഭചിഹ്നം മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തന്റെ സഭയിൽ എന്നപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽ കറുസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരെ ഭൂമിയിൽ നിറയുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്ത് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫ് നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുന്നതിലൂടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മാത്രം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വത സൗഭാഗ്യങ്ങളും ദൈവം നിങ്ങളെ സമനരാക്കുകയും ആ പാപനയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി കരേറ്റാം. പാറക്കുമോർ ഹോശോ വബകുൽ സുബ്ഹാൻ ലവൽ മീൻ.
ബാറയ്ക്കുമോ. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിധരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തിയിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളായി ആയിത്തീരണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയാവുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ വന്യപിതാവും നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന് അനുഗ്രഹവും കരുണയും വന്ന് സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമറിയമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ബാറക്കുമോർ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാവുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിപ്പാൻ നൽകണം. ഭാര്യയും ന്യായമായെന്ന പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാവും. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഉത്തരണം പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവനെ സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താനുമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് സൃഷ്ടിക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ ശരീരയായി തീർന്ന മനുഷ്യനായി പന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തുള്ളവനും ജീവനുള്ളവരെയും മനുഷ്യരെയും എതിർപ്പാൻ തന്റെ വലിയ മതത്തോടെയും വിഗ്രഹിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായെ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള യഹോവയും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മോചനത്തിന് മനുഷ്യരുടെ ഉയർപ്പിലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ബാറക്കുമോ. രാജമകൾ ഹാലേലുയ്യ ഹാലേലുയ്യ നിൻവലഭാഗെ രാജഭാമിനി സ്മരണ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കൊടുക്കാൻ.
നിഗമറിയാവിൻ ഉയരും നോയാറിൽ സുഖപരിമളധൂപം മുറിയോറാഹേ മേലേരോ ആധാരേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ളേ ഞങ്ങളിൽ ആർദ്രത തോന്നിയിട ഏകാത്മജനോട് നീതിമാൻപന പോലെ തളിർത്തിടമേ ഹാലേലൂയ്യ വളരും അവൻ ലിബാനോൻ കാരകൾ പോൽ അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ കാദേശോ മൂലം വാദാമിൽ മൂലം വൽമീനാമേ വന്യം സ്നേഹ കാദേശേ മേലും നിന്നോമാ ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്ക സൗമൻ കാലസ്കുരിയേലായിസോ എന്നിയാർക്കും ഭാഗ്യം സ്നേഹക്കും ഭാഗ്യം സഹദേക്കും പുനരുദ്ധാനദിനെ പാർക്കുമോ കാൺമാ സംശിച്ചൊരു സഹദേ വളർച്ചിറകുകൾ തോന്നുന്നത് പദമേറി മുറിയോറാഹേ മേലേരോ ആധാരേ ശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കത്താവോടാ അടികളെയും തൻ കോപത്തിൻ വഴികളെയും മായിച്ചീടാ കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു ശിവാഹുദാസനും എല്ലാവരെയും നിമ്രാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വിശ്വാസികളായ മരിച്ചു പോർക്കുമ്പോൾ പരിഹാരം നൽകട്ടെ. പിതാവും റൂഹായുമായി ബലഹീനമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥനമാറാകണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പറയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും സംരക്ഷണം കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രത്യേകിച്ച് വിവാഹിതരായിരിക്കുന്നതിന് മക്കളോടുകൂടി എന്നേക്കുണ്ടായിരിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിവാഹോദാശ ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോഴ് മണവാളിനും മണവാട്ടിക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇടവകയുടെ സമ്മാനമായി വിശുദ്ധ വേദപുസ്തകം അഭിമന്യ തിരുമനസ്സുകൊണ്ട് മണവാളിനും മണവാട്ടിക്കും നൽകുന്നു. ഈ കൂദാശ അനുഗ്രഹപ്രദമായി പൂർത്തീകരിക്കാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഇതിനെ കാർമ്മികത്വം വഹിച്ച പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനാധിപൻ സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ തോമസ് മാർ അഥാനാസ്യോസ് തിരുമനസിനോടുള്ള നന്ദിയും സ്നേഹവും തൃപ്പാദങ്ങൾ സമർപ്പിക്കട്ടെ. ഇപ്പോൾ മണവാളിനും മണവാട്ടിയും നേർച്ച സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കും. ഈ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം കൊണ്ടും സാന്നിധ്യം കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദിക ട്രസ്റ്റി, ഇടവകയുടെ മുൻവികാരിയും ഒക്കെയായിരിക്കുന്ന വന്യനായ ഡോക്ടർ തോമസ് വർഗീസ് അമേലച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കോശിയച്ചനോടും അഖില മലങ്കര പ്രാർത്ഥന യോഗത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പത്തായി കുന്നിലച്ചനോടും എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രിയ ഷമ്മാശനോടും വന്യരായ ശുശ്രൂഷകരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel.
the FOS Media HD.